ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ അഡോബ് ആഫ്റ്റർ എഫക്റ്റിന്റെ ഓപ്പൺ പ്രൊജക്ട് ഇന്റർഫേസിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഇത് നമുക്ക് ഓപ്പൺ പ്രൊജക്ട് എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ഇതിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ ഫയലൊന്നും ഇല്ലാത്തതുകൊണ്ട് ന്യൂ പ്രൊജക്ട് കൊടുക്കുക. ന്യൂ പ്രൊജക്ട് ഇത് ഓപ്പൺ ആയി കഴിയുമ്പോൾ ഇങ്ങനെയുള്ളൊരു വർക്ക് സ്പേസ് ആണ് കിടക്കുക. നമുക്കിതിൽ ഇതൊരു ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു വർക്ക് സ്പേസ്. ഇതിൽ കുറെ പാനൽസുകളുണ്ട്. ഇതിൽ 3-4 പാനൽസ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. മൂന്നാലും പാനൽസ് ആണ് ഉണ്ടാവുക. ഇതെന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് ആദ്യം നോക്കാനുള്ളത്, ഇതിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് എന്താണ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൽ ആദ്യത്തെ മെയിൻ പരിപാടി ഇതിലുള്ള ഏതെങ്കിലും ഒരു പാനൽ നമ്മൾ അറിയാണ്ട് ക്ലോസ് ആയി പോവുക എന്തെങ്കിലും ചെയ്ത് ചിലപ്പോൾ നമുക്ക് ടെൻഷൻ ആക്കി അത് അവിടെ പോയി കാണും. അപ്പൊ അത് നമുക്ക് ആദ്യം നോക്കാം. എന്ന് പറഞ്ഞാൽ ആദ്യം ഇതിൽ പ്രൊജക്ട് പാനൽ അറിയാണ്ട് നമ്മൾ ക്ലോസ് ആയി കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ടോപ്പിൽ മെനു ബാർ ഉണ്ട്. മെനു ബാറിൽ ഇതിൽ കിടക്കുന്ന സാധനങ്ങൾ, നമുക്ക് വർക്ക് സ്പേസിൽ കിടക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് മെനു ബാറിൽ വിൻഡോസിൽ നമുക്ക് താഴത്തെ ഇവിടെ ആരോയിൽ ക്ലിക്ക് ചെയ്ത് പറഞ്ഞാൽ അതിനല്ല ഇവിടെ നമ്മൾ ക്ലിക്ക് കൊടുത്ത സാധനങ്ങളായിരിക്കും ഇവിടെ ഉണ്ടാകുക. അപ്പൊ അതിൽ ഏതാണ് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് പ്രൊജക്ട് പാനലാണ്. പ്രൊജക്ട് ഇത് അവിടെ Ctrl+0 ആണ് അതിന്റെ ഒരു ഷോർട്ട് കട്ട്. പ്രൊജക്ട് പാനൽ ഓപ്പൺ ആക്കാം. പ്രൊജക്ട് പാനൽ ഇത് അതേപോലെ തന്നെ ഇതിൽ ഏത് പാനൽ നമ്മൾ പോയാലും കഴിഞ്ഞാലും നേരെ നമുക്ക് മെനു ബാറിൽ പോയിട്ട് വിൻഡോസിലുണ്ട്, അതിൽ നോക്കാം. ഇനി നമുക്ക് വർക്ക് സ്പേസ് പറഞ്ഞാൽ ഇതൊക്കെയാണ് വർക്ക് സ്പേസ്. ഇത് ചിലപ്പോൾ നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് കിടക്കും. നമുക്ക് ചിലപ്പോൾ വേറെ ഏതെങ്കിലും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ മെനു ബാറിൽ തന്നെ വിൻഡോസിൽ വർക്ക് സ്പേസ് നോക്കി പറഞ്ഞാൽ ചിലപ്പോൾ അനിമേഷൻ കൊടുത്തു പറഞ്ഞാൽ അനിമേഷന് വേണ്ടിയിട്ടുള്ള സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിൽ കിടക്കാം. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഏതെങ്കിലും നമ്മുടെ സിസ്റ്റം നോക്കി നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു പറഞ്ഞാൽ നമുക്ക് ഡിഫോൾട്ട് ആയിട്ടുള്ള അറിയണമെന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ വർക്ക് സ്പേസിലെടുക്കും. വിൻഡോസ് വർക്ക് സ്പേസ് ഡിഫോൾട്ട് ഷിഫ്റ്റ് F10 ആണ് എൻ്റെ ഷോർട്ട് ഫോം. ഓക്കെ, ഇനി ഇതില് പാനൽസിനെ കുറിച്ച് ഇതിൽ നമുക്ക് ഈ ടൂൾ ബാറിൽ തന്നെ മെനു ബാറിന്റെ താഴെ ടൂൾ ബാർസ് ഉണ്ട്. അതിൽ കുറെ ടൂളുകളുണ്ട്. ഒക്കെ നമുക്ക് പിന്നെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഇതിൽ തന്നെ നമുക്ക് വർക്ക് സ്പേസ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡിഫോൾട്ട് ഉണ്ട്, തൽക്കാലം ഉണ്ട്, സ്റ്റാൻഡേർഡ് ഉണ്ട്, അങ്ങനെ പല 2-3 തരം ഇതിൽ തന്നെ ഉണ്ട്. നമുക്ക് തൽക്കാലം ഡിഫോൾട്ട് മതി. ഇനി നമുക്ക് നോക്കേണ്ടത് പ്രൊജക്ട് പാനൽ പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു വർക്ക്, നമ്മുടെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ നമ്മൾ ആദ്യം ഇടുന്നത് പ്രൊജക്ട് പാനലായിരിക്കും. പ്രൊജക്ട് പാനലിൽ ഇട്ടിട്ടാണ് നമുക്ക് അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ നമ്മുടെ ടൈം ലൈനിലാണ് നമ്മൾ ഇട്ടിട്ട് ആ വീഡിയോന്റെ അഡ്ജസ്റ്റ്മെന്റും ട്രിം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് ഈ ടൈം ലൈൻ കോമ്പോസിഷൻ പാനൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എഡിറ്റ് ചെയ്ത സാധനങ്ങൾ നമ്മൾ വീഡിയോ ആയാലും ഫോട്ടോ ആയാലും എന്തായാലും കാണേണ്ടത് കോമ്പോസിഷൻ പാനലാണ്. കോമ്പോസിഷൻ പാനൽ കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് അതിന്റെ തൊട്ടടുത്ത് തന്നെ എഫക്ട് കൺട്രോൾ പാനൽ, കുറച്ച് എഫക്ട് നമുക്ക് വീഡിയോയിലൊക്കെ എഡിറ്റ് ചെയ്യാനുള്ള എഫക്റ്റും അനിമേഷൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ട ഒരിതാണ്. ഇത്രയുള്ള നമുക്ക് ആദ്യം ബേസിക് ആയിട്ടുള്ളത് ഓപ്പൺ പ്രൊജക്ട് ഇന്റർഫേസിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് ഇനി അടുത്തത് നമുക്ക് ഓരോന്നിന്റെയും വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം.